മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായുള്ള യു.ഡി.എഫ് ഭരണത്തിൽ തിരൂർ നിയോജക മണ്ഡലം വികസന വെളിച്ചം കൊണ്ട് വെട്ടിത്തിളങ്ങുമെന്ന് കുർക്കോളി മൊയ്തീൻ എം.എൽ.എ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ തിരൂരിന് ലഭിച്ച പരിഗണന സംബന്ധിച്ച് നന്ദി പറയുന്നതിനും ഭാവി പദ്ധതികൾ വിശദീകരിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. കഴിഞ്ഞ 10 വർഷക്കാലം തിരൂരിന് ദുരിതമായിരുന്നു. പണം ലഭിച്ച പദ്ധതികൾ പോലും സാങ്കേതികാനുമതി നൽകാതെ ഇടത് സർക്കാർ തിരൂരിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതിനുള്ള പരിഹാരമാണ് ഇപ്പോൾ പ്രാപ്യമായതെന്ന് കുർക്കോളി മൊയ്തീൻ പറഞ്ഞു. തന്റെ എം.എൽ.എ. ജീവിതത്തിനിടയിൽ 6ാമത്തെ ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. പരിമിതമായ തുക മാത്രമാണ് തിരൂരിന് ലഭിക്കാറ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നിട്ടും കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ 21.5 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം കിട്ടി എന്നത് അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും 15 കോടിയിൽ പല അംഗങ്ങൾക്കും ഒതുങ്ങിയപ്പോൾ 21.5 കോടി നമുക്ക് ലഭ്യമായി എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം രാജീവ് ഗാന്ധി സ്മാരക ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ്. അതിൻ്റെ തുടക്ക വിഹിതം എന്ന നിലക്ക് 5 കോടി രൂപ അനുവദിച്ച് അധികമായി നമുക്ക് കിട്ടി എന്നുള്ള സന്തോഷമാണ് ഇത് പങ്കുവെക്കാനുള്ളത്. സി മമ്മൂട്ടിയുടെ മുൻ മെമ്പറുടെ മുൻ എം.എൽ.എയുടെ പരിശ്രമപരമായി 7 കോടി രൂപ അതിന് നീക്കിവെച്ചിരുന്നു. പിന്നീട് ഞാൻ കൂടി ഇടപെട്ടതിന് ശേഷം പിന്നീട് കിഫ്ബിയിൽ നിന്ന് അത് 10 കോടിയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. എന്നിട്ടും പോലും അതിന് സാങ്കേതിക അനുമതി തരാതെ ആ ഫണ്ട് വിനിയോഗിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാതെ ആ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ആ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിന് പരിഗണന നൽകുകയും തുടക്കം എന്ന നിലയ്ക്ക് 5 കോടി രൂപ അതിനെ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സമൂലമായ വികസനത്തിന് 50 കോടി രൂപയാണ് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. ഈ ബജറ്റിൽ തുക അനുവദിച്ച പദ്ധതികൾക്ക് പുറമെ ബൃഹത്തായ പല വികസനങ്ങളും ഈ 5 വർഷത്തിനിടയ്ക്ക് തിരൂരിന് സഫലമാവുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. തിരൂരിൽ ആസ്ഥാനമായി ഒരു ജില്ല വേണമെന്ന് ആദ്യമായി നിയമസഭയിൽ ആവശ്യപ്പെട്ടത് താനാണെന്നും അതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണെന്നും കുർക്കോളി മൊയ്തീൻ വ്യക്തമാക്കി. ജില്ലകളുടെ വിഭജനം, കേരളത്തിലെ പുതിയ ജില്ലകൾ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാനതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അവരെ കേട്ടുകൊണ്ട് തന്നെ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനും സന്നദ്ധമാവുകയും ചെയ്യും. കടൽ തീര ഗതാഗത സുഗമമാക്കുന്നതിന് തീരദേശ ടൂറിസം പദ്ധതി വിപുലപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. കൂടാതെ കടലിനെ തന്നെ ഉപയോഗപ്പെടുത്തി ചരക്ക് നീക്കം ചെയ്യുന്നതിനും മറ്റും കഴിയും വിധത്തിൽ സമുദ്ര പദ്ധതി നടപ്പായാൽ അതും തിരൂരിനേറെ ഗുണം ചെയ്യും. 600 കിലോമീറ്റർ വരുന്ന തീരദേശത്തെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു വലിയ തീരദേശ ടൂറിസ്റ്റ് നഗരപ്രദേശമാക്കാൻ പോവുകയാണ്. എല്ലാ രീതിയിലുള്ള കടലും കരയും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിലുള്ള പദ്ധതിയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മുസ്ലിഫ് മുതൽ ബേപ്പൂർ വരെ പ്രത്യേകം പൈതൃക ടൂറിസത്തിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മാമാങ്കം നടന്ന തിരുനാവായ, അതേപോലെ തന്നെ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം, നമ്മുടെ തിരൂരിലെ വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, അവിടെ മക്കബർ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുഴകളെയും കനോലി കനാലിനെയും ബന്ധിപ്പിച്ചുള്ള ജലഗതാഗതം പെട്ടെന്ന് കൊണ്ടുവരും. തിരൂരിൽ ഒരു സ്പോർട്സ് സ്കൂൾ, ഫിഷറീസ് കോളേജ് എന്നിവയും ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊരു സ്പോർട്സ് സ്കൂൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫിഷറീസ് കോളേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനും മൊത്തത്തിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിന് മറ്റുള്ള അനുമതിക്ക് നയപരമായ ചില തീരുമാനങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. അതെല്ലാവരും സജീവമായി പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിരൂർ പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് തീരദേശം കേന്ദ്രമാക്കി മറ്റൊരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുത്തരമായി എം.എൽ.എ. പറഞ്ഞു. നിയോജകമണ്ഡലം യു.ഡി.എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ. പത്മകുമാർ, വെട്ടം ആലിക്കോയ, പി.സി. ഇസാഖ് എന്നിവരും എം.എൽ.എയുടെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.